കരമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്തേ. അല്പം കൊണ്ടും അധികം കൊണ്ടും പ്രവർത്തിക്കുവാൻ യഹോവയ്ക്ക് പ്രയാസം ഇല്ലല്ലോ. പ്രൈസ് ദി ലോർഡ്. നല്ല ഒരു ആത്മീയ സന്ദേശം നമ്മൾ 10 മിനിറ്റ് കൊണ്ട് നമുക്ക് കേൾക്കുവാനിടയായി. കർത്താവിൻ്റെ ദാസനും മുഴുവൻ സമയം കൊടുക്കണമെന്നാണ് ഞാൻ ആഗ്രഹിച്ചതെങ്കിലും എൻ്റെ ഒരു ദൂത് കേൾക്കുവാനാണ് അവരിത്രയും സ്തോത്ര ദൂരം നിന്ന് കിലോമീറ്റർ അകലെന്ന് ഓടി ഇവിടെ വന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് നമുക്ക് വളരെ വേഗത്തിൽ സ്തോത്ര പരിശുദ്ധാത്മാവ് ഏൽപ്പിച്ച ആ ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. നമ്മൾ പാഠഭാഗമായി വായിച്ച വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായം സ്തോത്രം അതിൻ്റെ സ്തോത്ര 2-ാമത്തെ വാക്യം സ്തോത്രം ഒരാണ്ടൊന്ന് വായിക്കാം. 2-3 വാക്യങ്ങൾ വേഗത്തിൽ ഒരാണ്ട് വായിക്കാം. നിങ്ങൾക്കെതിരെയുള്ള ഗ്രാമത്തിൽ ചെല്ലുവിൻ, അവിടെ കെട്ടിയിരിക്കുന്ന ഒരു പെൺകഴുതയെയും അതിൻ്റെ കുട്ടിയെയും നിങ്ങൾ ഉടനെ കാണും. അവയെ അഴിച്ചു കൊണ്ടുവരുവിൻ. നിങ്ങളോടാരാനും വല്ലതും പറഞ്ഞാൽ കർത്താവിന് ഇവയെ കൊണ്ട് ആവശ്യം ഉണ്ട് എന്ന് പറവീൻ. തക്ഷണം അവൻ അവയെ അയക്കും എന്ന് പറഞ്ഞു. എല്ലാ കണ്ണുകളും അല്പസമയം ഒന്നടച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ നമ്മൾ ഒരുമിച്ച് അല്പസമയം ഒന്ന് പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ഇന്ന് പകൽക്കാലം ദൈവവചനത്തിന് വിരുദ്ധമായി മറഞ്ഞിരിക്കുന്ന ചില മറവിടങ്ങളെ കർത്താവ് അഴിക്കപ്പെടേണ്ടതിന് എല്ലാവരും സ്തോത്ര ആത്മഭാരത്തോടുകൂടെ കടന്നു വന്നവർ, കർത്താവെ ഇന്ന് പകലിൽ ഞാൻ തിരിച്ചെൻ്റെ പുരയ്ക്കകത്ത് ചെന്ന് കയറുന്നത് ഞാൻ ഒരു വിടുതലുമായിട്ടായിരിക്കും. അങ്ങനെ ഉറപ്പുള്ളവരുണ്ടെങ്കിൽ എന്ന് വെച്ചാൽ വർഷങ്ങൾ കൊണ്ട് കെട്ടിക്കിടക്കുന്ന വിഷയങ്ങൾ പറഞ്ഞു തീർത്തിട്ടും അത് അവസാനിക്കാതെ വണ്ണം വീണ്ടും പിശാച് ഓരോ ധ്രുവങ്ങളിൽ കൂടി ഓരോ ഭാഗത്തുകൂടി മറ്റൊരു പ്രശ്നം പറഞ്ഞ് അവസാനിപ്പിച്ച കാര്യത്തിനകത്ത് പിന്നെയും തർക്കവും വാദവും കൊണ്ടുവച്ച് നിന്നെ നിരാശപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ചില അനുഭവത്തിനകത്ത് നിന്ന് ഇന്ന് പകൽ കർത്താവ് നിനക്ക് വേണ്ടി ഒരു വിടുതൽ അയക്കപ്പെടേണ്ടതിന് എല്ലാ ദൈവമക്കളും സ്തോത്രം ഹല്ലേലൂയ വാ തുറന്ന് സ്തോത്രം ചെയ്ത് ദൈവസന്നിധിയിൽ അല്പസമയം ഒന്ന് സ്തോത്രം ചെയ്ത് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. കർത്താവായ യേശു ക്രിസ്തു ഹല്ലേലൂയ തൻ്റെ ഐഹിക ജീവിതത്തിൽ കാലത്തിൽ തൻ്റെ ജനത്തിനു വേണ്ടി ചെയ്തെടുത്ത മഹനീയമായ ശുശ്രൂഷകളെ ഓർക്കുമ്പോൾ നമുക്കിങ്ങനെ അടങ്ങിയിരിക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. 2 കരവും തമ്മിൽ അടിച്ച ദൈവസന്നിധിയിൽ കർത്താവിനെ ഒന്ന് ആരാധിച്ചേ. ഹല്ലേലൂയ. ആരും മൗനമായിരിക്കരുതേ, ആരും മൗനമായിരിക്കരുതേ. ഹല്ലേലൂയ. മനക്ലേശതരംഗങ്ങളാൽ ദുഃഖസാഗരത്തിൽ മുങ്ങുമ്പോൾ മനക്ലേശതരംഗങ്ങളാൽ ദുഃഖസാഗരത്തിൽ മുങ്ങുമ്പോൾ തിരുകരം നീട്ടിയെടുത്തണച്ചു ഭയപ്പെടേണ്ട എന്നുരച്ചവനെ വാഴ്ത്തുമേ എന്റെ പ്രിയനെ ജീവകാലമെല്ലാം ഈ വരൂ യാത്രയിൽ നന്ദിയോടെ ഞാൻ പാടിടുമേ. നന്ദിയോ എല്ലാ ദൈവമക്കളും മധുരങ്ങളും തുറന്ന് ദൈവത്തിന് അല്പസമയ സ്തോത്രത്തോടുകൂടെ അന്യഭാഷ അടയാളം ലഭിച്ച ദൈവമക്കൾ എല്ലാവരും അന്യഭാഷകളിൽ അല്പസമയം കർത്താവിനൊന്ന് ആരാധിച്ചാട്ടെ. ഒരു കുഞ്ഞു പോലും മൗനമായിരിക്കരുത്. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധമായ വെള്ളിയാഴ്ച ഇവിടെ പരിശുദ്ധ സമയത്ത് സ്തോത്ര ഹല്ലേലൂയ ഹൃദയ നുറുക്കത്തോടെ കരയണം. വാവിട്ട് ദൈവസന്നിധി കരഞ്ഞാൽ മനുഷ്യന്റെ മുമ്പിൽ കരയുവാൻ, മനുഷ്യന്റെ മുമ്പിൽ കണ്ണുനീരൊഴുക്കുവാൻ, ഭർത്താവിന്റെ മുമ്പിൽ കണ്ണുനീരൊഴുക്കുവാൻ, ഭാര്യയുടെ മുമ്പിൽ കണ്ണുനീരൊഴുക്കുവാൻ, ഹല്ലേലൂയ മക്കൾ മാതാപിതാക്കളുടെ മുമ്പിൽ കണ്ണുനീരൊഴുക്കുവാൻ ദൈവം വിടത്തില്ല. ഇന്ന് പകൽക്കാലം ആ നിലവാരത്തിൽ ഹല്ലേലൂയ പരിശുദ്ധാത്മാവിന്റെ ഒരു പ്രവൃത്തിയെ ഞാൻ എൻ്റെ ശരീരത്തിൽ അനുഭവിക്കാൻ പോകുന്നു. എത്ര പേർ അത് സ്വീകരിക്കുവാൻ ആഗ്രഹിക്കുന്നു? ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവ് പറഞ്ഞ് ചിലരോട് പരിശുദ്ധാത്മാവ് ഇടപെടുന്നൊരു നല്ല പകലായി നല്ല ശുശ്രൂഷയായി മാറട്ടെ. എല്ലാ ദൈവമക്കളും കരമടിച്ച് ദൈവസന്നിധിയിൽ
ആത്മനിയോഗത്തോടു കൂടെ ഹല്ലേലൂയ ശരീരങ്ങൾ വിട്ടുകൊടുത്ത് അല്പസമയം ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. യേശുവേ, ഇന്ന് പകൽക്കാലം ദൈവം എന്നെ നിറയ്ക്കണമേ. ആ പുഴവക്കത്തിൽ ലുദിയ ഹൃദയം തുറന്നു കൊടുത്തപ്പോൾ ആമേ പൗലോസ് പ്രസംഗിച്ച വചനം അവളുടെ ഹൃദയത്തിൽ തറയ്ക്കപ്പെട്ടു. ആമേ ഒരു നിമിഷം അവൾ ദൈവസന്നെ പ്രാർത്ഥിച്ച് തീരുമാനമെടുത്ത് ദൈവസന്നിധിയിൽ അവൾ ദൈവത്തോട് ചേർന്നെങ്കിൽ, പ്രിയമുള്ള ദൈവമക്കളെ, വർഷങ്ങളായി ദൂത് കേട്ട് ദൈവിക ആലോചന കേട്ട് ദൈവശബ്ദത്തിന്റെ മുമ്പിൽ ഹല്ലേലൂയ നിനക്ക് പിടിച്ചു നിൽക്കാൻ പോലും കഴിയാതെ വണ്ണം നിന്നെ പുറകോട്ട് പിടിക്കുന്ന ചില ഇരുളിന്റെ സ്വാധീനങ്ങൾ യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞു ഉലഞ്ഞു മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ പാരമ്പര്യമായി ചിലതിനെ കെട്ടി അടച്ചു വെച്ചിരിക്കുന്ന ചില മണ്ഡലങ്ങൾ ഇന്ന് പകൽക്കാലം അഴിഞ്ഞു പുറത്തു വരട്ടെ. അർത്ഥ രാജ വൈഡേ വൈഡവ രാജരഹസ്തേ ഓ അർത്ഥക ഘടകം വേദം ഘടകം ചൂടം ദാനം ഹസ്തം ദാനം അർത്ഥം വൈഡ. യേശുവിന്റെ നാമത്തിൽ നിനക്കെതിരെയുള്ള പോരുകൾ, നിനക്കെതിരെയുള്ള ആയുധങ്ങൾ ഹല്ലേലൂയ യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞു വാടാ പിശാചേ. നീ കുടുംബത്തിനകത്ത് കയറി പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾക്കെതിരെ പ്രശ്നമിട്ട് ഒന്നിൽ പറഞ്ഞു തുടങ്ങി ആമേ ഹല്ലേലൂയ ആമേ ഒന്നിലധികം വിഷയത്തിനകത്ത് തർക്കത്തിൽ കൊണ്ടുവച്ച് പ്രാർത്ഥനയുടെ അന്തരീക്ഷത്തെ മറിച്ചു കളയുന്ന ദുരാത്മ ശക്തികളെ യേശുവിന്റെ നാമത്തിൽ അടിയട്ടെ. മന്ത്രവാദ ശക്തികൾ അടിയട്ടെ. കഴിഞ്ഞ രാത്രി ഒരു സഹോദരി വിളിച്ചു പറഞ്ഞു ഹല്ലേലൂയ, ഒരു ഡെഡ് ബോഡി കത്തിച്ചു വിടുന്ന ഹല്ലേലൂയ ആമേ ഒരു ദുർഗന്ധം ആമേ ആമേ നിന്റെ കുടുംബത്തിൽ നിന്ന് ഒന്നിനെ പിശാച് ഹല്ലേലൂയ കയ്യിലെടുത്തുകൊണ്ട് ആമേ നിന്റെ തലയോട്ടി ബന്ധനത്താൽ തലയ്ക്ക് ഒരു സുബോധമില്ലാതെ നീ ഒരു പ്രാർത്ഥനയ്ക്കകത്ത് പോകരുതെന്ന് പറഞ്ഞ് മരിച്ചുപോയ ആത്മാവിനെ ആവാഹിച്ച് നിന്റെ കുടുംബത്തിൽ നിന്റെ തലമുറയ്ക്ക് ഒരു നന്മയില്ലാതെ വണ്ണം ഹല്ലേലൂയ ആമേ നിന്റെ താമേ ഹല്ലേലൂയ മെമ്മറിയെ ബന്ധിച്ചു കെട്ടിയ മണ്ഡലത്തെ യേശുവിന്റെ നാമത്തിൽ ദൈവം അടിച്ചുവിടുന്നു. സിസ്റ്റർ, യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിച്ച നിന്റെ ജയമായി ഇന്ന് പകലിൽ വാളെടുത്തവൻ വാളെന്ന് പറഞ്ഞതുപോലെ നിന്റെ പ്രാർത്ഥനയുടെ അന്തരീക്ഷത്തെ മറിച്ചു കളയുന്ന ദുരാത്മ ശക്തികൾ യേശുവിന്റെ നാമത്തിൽ അലറി പുറത്തു പോകട്ടെ. നീ ഇവിടെ ആരാധിക്കുമ്പോൾ നിന്റെ പുരക്കകത്ത് ദൈവ സാന്നിധ്യം ഇന്ന് പകൽക്കാലം ഇറങ്ങുകയാ. വിളിയുള്ളവനെ ദർശനമുള്ളവളെ അടച്ചു വെക്കാൻ പറ്റത്തില്ല. വിളിയുള്ളവർ പുറത്തു വരും. നിന്റെ പ്രാർത്ഥന പുറത്തു വരും. നിന്റെ ദർശനം പുറത്തു വരും. ആമേ നിന്റെ പ്രാർത്ഥനയ്ക്ക് ഹല്ലേലൂയ ഭംഗം വരുത്തല്ല. ആമേ അത് വൈകിയാൽ വരും. അതിനായി കാത്തിരിക്കുക. നിന്റെ പ്രത്യാശയ്ക്ക് ഒരു ഫലമുണ്ട്. ആമേ 2025 അവസാനിക്കുന്നതിന് മുമ്പ് പരിശുദ്ധാത്മാവ് ആരോടൊക്കെയോ ദൂത് വിളിച്ചു പറയുന്നു. നിന്റെ കണ്ണുനീരിന്റെ മറുപടി വരാൻ സമയമായി. ആമേ കെട്ടിക്കിടക്കുന്ന ഒരു വെള്ളം ഞാൻ ആത്മാവിൽ കാണുകയാ. ആമേ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിനകത്ത് ദുർഗന്ധമുണ്ട്. കെട്ടിക്കിടക്കുന്ന വെള്ളത്തിനകത്ത് കൊതുക് നിറഞ്ഞു നിൽക്ക്. ആമേ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിനരികിൽ കൂടി പോകാൻ പറ്റത്തില്ല. പലപ്പോഴും ആമേ അതുപോലത്തെ അവസരങ്ങൾ നിന്റെ ജീവിതത്തിൽ പിശാച് സൃഷ്ടിച്ചു. കെട്ടിക്കിടക്കുന്ന ഒരു വെള്ളം പോലെ നിന്റെ ജീവിതം ഇന്ന് പകൽക്കാലമായിരിക്കുകയാണെങ്കിൽ ഇതാ വരുന്നുണ്ടൊരു മേലൊഴുക്ക്. കെട്ടിക്കിടക്കുന്ന വെള്ളത്തെ അടിച്ചെടുത്തുകൊണ്ട് പോകുന്നത് പോലെ നിന്റെ പ്രശ്നത്തെ ദൈവം ഹല്ലേലൂയ ഇന്ന് പകലിൽ അഴിക്കുവാൻ അവൻ 2 പേരെ നിയോഗിച്ചിട്ടുണ്ട്. ചൂടമാന ഹസ്തരാജ വൈഡരാജ റിവലാഭ ശബ്ദലാഭ ശൈലരാജ യേശുവിന്റെ നാമത്തിൽ ആത്മസാന്നിധ്യത്തിനായി വിട്ടുകൊടുത്ത് പ്രാർത്ഥിച്ചാട്ടെ. നിന്റെ തലമുറയുടെ ഭാവിയെ, നിന്റെ തലമുറയുടെ കുടുംബജീവിതത്തെ ആമേ ശിഥിലമാക്കി കളയുവാൻ പ്രാർത്ഥിക്കുന്നവരിൽ കൂടി മറഞ്ഞിരുന്ന് കള്ള ആലോചനകൾ പറഞ്ഞ്, കള്ള ദുരാലോചനകൾ പറഞ്ഞ് നിന്റെ മകളുടെ ഭാവി ജീവിതത്തെ, അവളുടെ കുടുംബജീവിതത്തെ ആമേ ഹല്ലേലൂയ മറിച്ചിടുന്ന ചില വ്യാപാരങ്ങൾ ആമേ പ്രാർത്ഥിക്കുന്നവരെ ആമേ അസഭ്യം പറയുകയും പ്രാർത്ഥിക്കുന്നവരെ വേണ്ടാത്ത വർത്തമാനങ്ങൾ പറഞ്ഞ് ആകാത്ത ഹല്ലേലൂയ നിലവാരത്തിൽ ഹല്ലേലൂയ നാവുകളെ വലിച്ചു ഒടിച്ചുകൂടി ആമേ ഹല്ലേലൂയ മറഞ്ഞ് ആമേ പ്രവർത്തിക്കുന്ന ദുരാത്മശക്തിയെ യേശുവിന്റെ നാമത്തിൽ ഇവിടെ അത് ഹല്ലേലൂയ പറയുമ്പോൾ നിന്റെ ഭവനത്തിൽ ആമേ ആ വ്യക്തികളിൽ നിന്ന് അഴിയട്ടെ. ഓ റാബാ ഷാഖാലാ റേഷേ ലേ റേഖോ ആമേൻ. ഓ ബാറകല ശകലക റിഗലക റിബലബ ശിഗലബ റബലബ ചുഡബല ഹസ്തരാജ വൈഡരാജ റിബലബ ശബ്ദലബ ശൈഡരാജ യേശുവിന്റെ നാമത്തിൽ സ്വർഗീയ അഗ്നി ദർശനം ഉള്ളവളെ പിടിച്ചു വെക്കാൻ പറ്റത്തില്ല. ഓ റാബാ ശകലല പ്രാപിച്ചോ. ഒരു തീ നിന്റെ മേൽ വീഴുന്നു.
ഒരു തീ നിന്റെ മേൽ വീഴുന്നു, 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 വീഴുന്നു വീഴുന്നു വീഴുന്നു. തീ 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 ഫയർ right now. യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ ചില തലപ്പെരിപ്പുകൾ, നിന്റെ ഭാവിയെ ബന്ധിച്ചു വെച്ച മണ്ഡലങ്ങൾ, അവൻ നിന്നെ മുൻപോട്ട് വിടുകയില്ലെന്ന് വാദിക്കുന്ന ചില മണ്ഡലങ്ങൾ യേശുവിൻ നാമത്തിൽ അഴിയട്ടെ. യെസ് 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 യെസ്. പ്രാർത്ഥിച്ചാട്ടെ പ്രാർത്ഥിച്ചാട്ടെ പ്രാർത്ഥിച്ചാട്ടെ, എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. യേശുവിന്റെ നാമത്തിൽ ചില മരണബന്ധനത്തിന്റെ കെട്ടുകൾ അഴിഞ്ഞു മാറുന്നു. ചിലരുടെ ദുരാലോചനകൾ പൊട്ടുന്നു. കുടുംബത്തിനകത്ത് മൈറ്റി പവർ 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 മറഞ്ഞിരിക്കുന്നു. ദൂട്ടാ പിശാചൻ, ഇറങ്ങി പോണ പിശാചൻ, ഈ ശരീരം ഇറങ്ങണം അങ്ങോട്ട്. യേശുവിന്റെ നാമത്തിൽ ശരീരത്തെ ദണ്ഡിപ്പിച്ച് ആമെ മറഞ്ഞിരുന്ന് അവിടെ കുടുംബത്തെ ആമെ ഹാലേലിയ മൂന്ന് പാത്രമാക്കി ആമെ ശിഥിലമാക്കി കളയുവാൻ ആ വീട്ടിനകത്ത് മറഞ്ഞിരിക്കുന്ന ദുരാത്മ ശക്തി, ആ ബാധ ഇറങ്ങിപ്പോട്ടെ യേശുവിന്റെ നാമത്തിൽ. കുടുംബത്തിൽ മറഞ്ഞിരിക്കുന്ന ബാധ യേശുവിന്റെ നാമത്തിൽ അഴിയണം. അഴിഞ്ഞു പോടാ പിശാചൻ, അഴിയടാ യേശുവിന്റെ നാമത്തിൽ. ഇറങ്ങാൻ ശരീരം വിട്ട് ആ പോ, യേശുവിന്റെ നാമത്തിൽ വിട്ടു പോ. ഓ ഹസ്തരാജ വൈഡരാജ റിബലാവ. യേശുവിന്റെ നാമത്തിൽ വാറ്റത്തമുള്ളവളെ അടച്ചു വെക്കാൻ പറ്റത്തില്ല. വാറ്റത്തമുള്ളതിനെ അടച്ചു വെക്കാൻ പറ്റത്തില്ല. വാക്കുകൾ കൊണ്ട് നിന്നെ വേദനിപ്പിക്കാൻ പറ്റത്തില്ല. പക്ഷെ വാക്കുകൊണ്ട് നിന്നെ വേദനിപ്പിച്ച ഒരു തീ നിന്റെ മേൽ വീഴുകയാ, ഒരു തീ നിന്റെ മേൽ വീഴുകയാ. പരിശുദ്ധാത്മാവ് പറയുന്നു, എനിക്ക് നിന്നെ ആവശ്യമുണ്ട്. ആമേ ഹാലേ, നീ പതറിപ്പോകണ്ട, നീ ആശങ്കപ്പെടണ്ട. കാരണം ഒരു തീയായി മാറുകയാ നീ. ഇന്ന് പകൽ നീ കൊണ്ടുവന്ന വിഷയ നീ മറുപടിയുമായിട്ട് ഇവിടെ നിന്ന് എഴുന്നേൽക്കത്തുള്ളൂ. ആമേ ഹാലേ, ഇത്ര ഭാരപ്പെട്ട് നിന്നെ ഇതിനകത്ത് കൊണ്ടുവന്നത് കഴിഞ്ഞ നാളുകൾ നീ കണ്ണുനീരൊഴുകി കരയുന്ന ചില വിഷയത്തിന്റെ മറുപടി ദൈവം ഇന്ന് ഹാലയിൽ ഇടപെടും. അവൻ ഇറങ്ങേണ്ടടുത്ത് ഇറങ്ങിക്കഴിഞ്ഞു. അഴിയേണ്ട ചിലത് അഴിക്ക്. ആരൊക്കെ തടസ്സം നിന്നാല്, ഏതൊക്കെ ഹാലയിലെ മന്ത്രവാദ ശക്തികൾ നിനക്കെതിരെ ഉയർന്നു നിന്നാലും, ഏത് പരിഹാസം നിനക്കെതിരെ ഉയർന്നു നിന്നാലും, ഏത് നിന്ദകൾ നിനക്കെതിരെ ഉയർന്നു നിന്നാലും, അവൻ ഹല്ലേലൂയ അതിന്റെ നടുവിൽ ഇറങ്ങി കെട്ടുകളെ അടിച്ചു കൊണ്ടുവരുവാൻ ദൈവം ഒരുവനെ നിയോഗിച്ചാൽ ആരാണ് അതിനെ തടുക്കുന്നേ? ഇന്ന് പകൽ നിന്റെ വിടുതലോ യേശുവിന്റെ നാമത്തിൽ നിന്റെ ശരീരത്തെ ബലഹീനതയിട്ട് വരിഞ്ഞു മുറുക്കി കെട്ടിയ ചില മേഖലകൾ യേശുവിന്റെ നാമത്തിൽ അടിയട്ടെ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. തിരുഹിതമികെ തികച്ചിടുവാ ഇതാ ഞാനിപ്പോൾ വന്നിടും. തിരുഹിതമികെ തികച്ചിടുവാ ഇതാ ഞാനിപ്പോൾ വന്നിടുന്നേ. നിന്റെ വേലയെ തികച്ചും കൊണ്ട് നിന്റെ മുൻപിൽ ഞാൻ നിന്നിടുവാ. തൻ്റെ വേലയെ തികച്ചും കൊണ്ട് നിന്റെ മുൻപിൽ ഞാൻ നിന്നിടുവാ. വാഴ്ത്തുമേ എന്റെ പ്രിയനെ ജീവകാലമെല്ലാം ഈ മരുയാത്രയിൽ നന്ദിയോടെ ഞാൻ പാടിടുമേ. നന്ദിയോടെ ഞാൻ പാടിടുമേ. സന്തോഷമുള്ള ദൈവമക്കൾ കരമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്തേ. ആമേൻ. യെരുശലേമിനോട് ചേർന്ന് ആമേൻ ഒരു ഒലിവ് മലയുണ്ട്. ശ്രദ്ധിച്ചേ,
യെരുശലേമിനോട് ചേർന്ന് ഒരു ഒലിവ് മലയുണ്ട്. ആമേൻ. ഇനി അവിടെ ഒരു സ്ഥലപ്പേരിൽ എന്ന് വെച്ചാൽ നിൻ്റെ വീടുമായി കണക്റ്റ് ചെയ്ത് നിന്നെ അറിയപ്പെടുത്തുന്ന നിലവാരത്തിൽ ഓരോരുത്തർക്കും ഒരു വീട്ടുപേരുണ്ട്, ഒരു സ്ഥലപ്പേരുണ്ട്. സ്തോത്രം. ആ സ്ഥലപ്പേരാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ബെത്തോഫായിൽ എത്തിയപ്പോൾ, എവിടെയാ? ഒരു സ്ഥലത്ത്, ഒരു ഗ്രാമത്തിൽ, ഒരു വീടിനോട് ചേർന്നൊരു അഡ്രസ്സ് അതവിടെ എഴുതിയിരിക്കുന്നത്. അവിടെ എത്തിയപ്പോൾ കെട്ടപ്പെട്ട 2 കഴുതകൾ അവിടെ കിടപ്പുണ്ട്. കെട്ടപ്പെട്ട 2 കഴുത. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വർഷങ്ങൾ കൊണ്ട് പലരും വന്ന് കെട്ടഴിച്ചു, പക്ഷെ കെട്ടഴിയുന്നില്ല. സ്തോത്രം. അവസാനം തമ്പുരാൻ നോക്കിയപ്പോൾ ഉപവസിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, നീ കരയുന്നുണ്ട്, മുട്ടേല ഇരിക്കുന്നുണ്ട്. അനേക ദിവസങ്ങൾ ഉപവാസവും പ്രാർത്ഥനയും ഒക്കെ തന്നെയാ, പക്ഷേ സംഗതി അഴിഞ്ഞിട്ടില്ല കേട്ടോ. കാരണം വെളിപ്പാടിനൊരു കുറവുമില്ല, പ്രവചനത്തിന് കുറവില്ല, പക്ഷേ എല്ലാം അഴിഞ്ഞിട്ടുണ്ട്. പ്രാർത്ഥിച്ചുകൊണ്ടാ മതി. കർത്താവ് പ്രവർത്തിച്ചോളും എന്നൊക്കെ പ്രവാചകന്മാർ പ്രവചന ശുശ്രൂഷ ചെയ്ത് വെളിപ്പാടിൽ ആത്മാവിൽ കയറി വെട്ടിമാറ്റിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് പലരും പോയപ്പോൾ തമ്പുരാൻ പറഞ്ഞ് അത് പോയിട്ടില്ലടാ, ഞാൻ 2 പേരെ ഗ്രാമത്തിലേക്ക് വിടുകയാ. സ്തോത്രം. ഹല്ലേലൂയ. കാരണം ഹല്ലേലൂയ, ഒന്നിന്റെ കെട്ടഴിഞ്ഞെന്ന് തോന്നുന്നു, പക്ഷേ മറ്റതിന്റെ കെട്ടഴിഞ്ഞില്ല. സ്തോത്രം പറ. ഹല്ലേലൂയ. നിന്റെ തലമുറയുമായി കണക്ട് ചെയ്ത് നിന്റെ കെട്ടിനെ ദൈവം പൊട്ടിച്ചു കൊണ്ടുവന്നെങ്കിൽ, നിന്റെ തലമുറയുമായി ബന്ധിച്ചു കെട്ടിയ ചില ചങ്ങല പോലത്തെ കെട്ടുകളെ ഇന്ന് പകലിൽ ദൈവം ഇതിനകത്ത് അഴിപ്പാൻ നിന്റെ ശുശ്രൂഷയ്ക്കെതിരെ വരെ വെല്ലുവിളിച്ചു നിന്ന ചില മണ്ഡലങ്ങൾ ഒരൊറ്റ വീട്ടിനകത്ത് നിന്ന് കയറി വന്ന ചില ദുഷ്ട വ്യാപാരത്തെ ഇന്ന് പകൽ ദൈവം ആ പോരിനെ ദൈവം അടിക്കാൻ പോകുകയോ. കാര്യം അടിച്ച് കർത്താവിന് സ്തോത്രം ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. നിന്റെ കുടുംബമായി ബന്ധപ്പെട്ട് അറുത്തു മുറിച്ച് ശപിച്ച് വർഷങ്ങൾക്ക് മുമ്പ് നീ ഈ മാർഗം അന്വേഷിച്ച് ഇറങ്ങിപ്പോയവനല്ലേ, നിന്റെ ജീവിതത്തിൽ സ്വസ്ഥത കിട്ടത്തില്ല എന്ന് പറഞ്ഞ് ഹല്ലേലൂയ ചെയ്തു വെച്ച ചില ചെയ്വനകൾ, കാലപ്പഴക്കം ചെന്നത്, പുറ്റു പിടിച്ചിരുന്ന ചിലത് ഇന്ന് പകലിൽ ആ പുറ്റു പിടിച്ചിരുന്ന സ്ഥലത്ത് ആ പുറ്റ് കാലുകൊണ്ട് തട്ടുമ്പോൾ അത് തെന്നിച്ചതറി മാറുന്നത് പോലെ ഈ വചനം ഞാൻ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ നിന്റെ കുടുംബത്തിൽ നിന്റെ തലമുറകളുമായി ഈ ദൂതുകൾ ഒത്തിരി നീ കേട്ടിട്ടുണ്ടെങ്കിലും ഇന്ന് പകൽ അഴിയേണ്ട ചിലത് ഇന്ന് പകലിൽ അഴിയാൻ പോകുകയാ. ഓ റാബ ശകലബ റബബവ, യേശുവിന്റെ നാമത്തിൽ തീ ഇറങ്ങട്ടെ. പിടിക്കാൻ പറ്റുന്നുള്ള ദൂത് പിടിച്ചോ. ചില കുടുംബങ്ങളെ കണക്ട് ചെയ്ത് ബന്ധിച്ച വ്യാപാരങ്ങൾ നീ പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഞാനും നീ അക്രൈസ്തവ കുടുംബത്തിൽ നിന്ന് വന്നതാ, ഹിന്ദു മാർഗത്തിൽ നിന്ന് വന്നതാ. നമ്മളെ വിട്ടു തരാതെ വന്ന് എവിടെയോ ഒരു നൂല് പോലെ ചുറ്റിക്കെട്ടിയെങ്കിൽ ഇന്ന് പകൽക്കാല കെട്ടിനെ പൊട്ടിക്കുവാൻ എന്റെ ദൈവത്തിന് കഴിയോ. കാരണം ഹല്ലേലൂയ, കെട്ടെല്ലാരും പൊട്ടിച്ച പൊട്ടത്തില്ല, എല്ലാരും അടിച്ച ബന്ധനം അടിയത്തില്ല. ഇന്ന് പകൽ അവൻ എടുത്തത് 2 പേരെയാണെങ്കിൽ ഇന്ന് പകൽ നിന്റെ വിടുതല, നിന്റെ വിടുതലിന്റെ സമയമാണ്. ഓഹോ ഹോ ഹോ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കെട്ടപ്പെട്ട കഴുത. എൻ്റെ കൂടെ പറഞ്ഞേ, സമയം പോയി, ഇനി 3 മിനിറ്റേ ഉള്ളൂ നിർത്തേണ്ട സമയം. കെട്ടപ്പെട്ട കഴുത, അതാ ഇന്നത്തെ ദൂത്. കെട്ടപ്പെട്ട കഴുതയുടെ കെട്ടിനെ ഞങ്ങൾ അഴിക്കും. ആരെതിർത്താലും ആര് തടഞ്ഞാലും ഈ ഉലകത്തിൽ ഏതവന്റെ ശക്തി കയറി തടഞ്ഞാലും ആ കെട്ടിനെ ഞങ്ങൾ അഴിക്കും. എന്ത് വില കൊടുക്കേണ്ടി വന്നാലും ആ കെട്ടുന്ന പകൽ ഞങ്ങൾ അടിച്ചെടുത്തിരിക്കും. എന്റെ ജനത്തെ സ്വതന്ത്രമാക്കിയിരിക്കും. ഉറപ്പാ. കെട്ടപ്പെട്ട കഴുതയുടെ കെട്ടഴിച്ച് ജനത്തെ ഞാൻ സ്വതന്ത്രമാക്കോ. ഇന്ന് പകൽ ഹല്ലേലൂയ പിടിക്കേണ്ടവർ പിടിച്ചോ. ഇന്ന് പകൽ നിന്റെ മേൽ ഒരു ദൈവിക സാന്നിധ്യം ഇറങ്ങുകയാ. യേശുവിന്റെ നാമത്തിൽ കെട്ടപ്പെട്ട കഴുതയ്ക്കൊരു സ്വപ്നമുണ്ട്. തിരുമലയുള്ള സഹോദരി, ഈ കെട്ടിനകത്ത് കിടക്കുന്ന കഴുതയ്ക്ക് ഒരു സ്വപ്നമുണ്ട്. എന്താ സ്വപ്നം? എൻ്റെ കുഞ്ഞുങ്ങളുടെ ഭാവി നല്ല രീതിയിൽ നടക്കണം, എൻ്റെ കുടുംബം നന്നായിട്ട് പോകണം. ഇത് കഴുതയുടെ ആഗ്രഹമാണ്.
പക്ഷെ നിനക്കത് പ്രാപിക്കാൻ പറ്റുന്നില്ല. ചിലരോടുള്ള ദൂത, കാരണം നിന്റെ ഹൃദയത്തിൽ ഒത്തിരി വിടുതൽ കിടപ്പുണ്ടച്ചാ, ഒത്തിരി നന്മ കിടപ്പുണ്ട്. ആമേൻ. ഈ നന്മ കിടക്കുന്ന എവിടെന്ന് ചോദിച്ചാൽ നമ്മുടെ മനസ്സിനകത്താ. ചിന്തിക്കണം നിങ്ങൾ ഇന്ന് പകലിൽ. എന്ന് വെച്ചാൽ ആമേ സ്തോത്രം, ഹല്ലേലൂയ. വലിയവളയിൽ നിന്ന് കടന്നു വന്ന് എൻ്റെ പൊന്നച്ച ഞാൻ പറയാം, ആമേ സ്തോത്രം, നമ്മുടെ ആഗ്രഹവും നമ്മുടെ സ്വപ്നവും നമ്മുടെ വിടുതലും ഉണ്ട് നമുക്കറിയാം. പക്ഷെ ഇതൊക്കെ കിടക്കുന്ന നമ്മുടെ മനസ്സിനകത്തും ഹൃദയത്തിനകത്താണ്. പക്ഷെ അത് വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്നില്ല. സ്വത്രം പറയേ, അത് വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷെ സ്വപ്നമുണ്ട്, പിന്നെ ദർശനമുണ്ട്, വെളിപ്പാടുമുണ്ട്, പ്രാർത്ഥനയുണ്ട്. പക്ഷെ അതെല്ലാം ഇരിക്കുന്നത് നമ്മുടെ അകത്താ. പക്ഷെ അതൊന്ന് പൊട്ടി വരണം. ആമേ, നിന്റെ അകത്തിരിക്കുന്ന വിഷയത്തിൻ്റെ മറുപടി നീ പ്രാർത്ഥിക്കുന്ന നിന്റെ കാലിരിക്കുന്ന ഇടത്ത് അടുത്ത് വരണം. ആമേ, അതാ ഇന്ന് പകല് സംഭവിക്കാൻ പോകുന്നത്. ഞാൻ ഒരൊറ്റ ഭാഗം മാത്രമേ തൊടുന്നുള്ളൂ. ആമേ, ശ്രദ്ധിച്ചേ. കെട്ടിനകത്ത് കിടന്ന കഴുതയെ ദൈവം യെരൂശലേമിനോട് ചേർന്ന് സ്തോത്രം ഒലിവുമലയരികിൽ ബെത്ഫായിൽ എത്തിയപ്പോൾ യേശു രണ്ട് ശിഷ്യന്മാരെ അയച്ചെന്ന, നിങ്ങൾക്ക് എതിരെയുള്ള ഗ്രാമത്തിൽ ചെല്ലുവിൻ. ഹലോ, കാരണം പ്രാർത്ഥിക്കുന്നവനെതിരെയാണ് പോര് വരുന്നത്. ആമേൻ. പ്രാർത്ഥിക്കാത്തവനും ഉപവസിക്കാത്തവർക്കും സ്തോത്രം പള്ളി പോകാത്തവർക്കും പോരുമില്ല, ബന്ധനവുമില്ല, കെട്ടുമില്ല. കാരണം മൊത്തം അവൻ്റെ കയ്യിലാണ്. സ്തോത്രം, ഹല്ലേലൂയ. എവിടെയെങ്കിലും ആർക്കെങ്കിലും വേണ്ടി നീ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കിക്കോ, നിന്റെ പുറകിൽ സാത്താൻ്റെ പ്രവൃത്തി ഉണ്ട്. ആമേൻ. ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും കരയുന്ന ബേബി ആൻ്റെ വീട്ടിനകത്തുണ്ടെങ്കിൽ നിന്നെ തൊടാൻ പറ്റത്തില്ല. ആമേൻ. നിന്റെ കുടുംബത്തിലെ കൊച്ചുമക്കളെ, ചെറുമക്കളെ, നിന്റെ പ്രിയപ്പെട്ടവനെ, നിന്റെ മക്കളെ അവൻ കയറിത്തോടെ. ഞാൻ പറയാ, കയറിത്തൊട്ടാലും പ്രാർത്ഥിച്ചാൽ നിന്റെ പ്രാർത്ഥനയുടെ മറുപടി നിന്റെ അരികിൽ വരും. അതാ നമ്മുടെ അപ്പൻ. ഹല്ലേലൂയ. ഒരു പ്രശ്നത്തിന്റെ നടുവിൽ ശത്രുവിന്റെ കയ്യിൽ എറിഞ്ഞു കൊടുക്കുന്നവനല്ല ദൈവം. വർഷങ്ങൾ കൊണ്ട്, നാളുകൾ കൊണ്ട് ബന്ധനത്തിൽ കിടക്കുന്ന കഴുതകളെ യേശു കണ്ടെന്ന് ഈ ദൂത് യൂട്യൂബിൽ കൂടി കേൾക്കുന്ന സ്നേഹിത സഹോദരി, വർഷങ്ങളായി നീ കെട്ടിനകത്ത് കിടപ്പുണ്ടെങ്കിൽ ഈ സുവിശേഷ ഭാഗം ഞാൻ പറഞ്ഞ് ഈ ദൂത് ഞാൻ അഴിക്കുമ്പോൾ, ഈ ദൂത് പറഞ്ഞ് ഈ ബന്ധനത്തെ ഞാൻ അഴിക്കുമ്പോൾ ഇന്ന് പകൽ നീ ഫ്രീ ആയി വരാൻ പോകുകയാ. തലമുറയുടെ വിഷയത്തിൽ കുടുംബ ജീവിതമായി കണക്ട് ചെയ്ത വിഷയങ്ങളിൽ കെട്ടിവെച്ച ചില മേഖലകൾ ഇന്ന് പകലിൽ അഴിയട്ടെ. ആ കരമടിച്ച് കർത്താവിന് സ്തോത്രം ചെയ്തേ. ഒരു ദിവസം ഈ കഴുത ഒരു സ്വപ്നം കണ്ടു. ഒരു സ്വപ്നം. എന്താണ് സ്വപ്നം? കാരണം കെട്ടിനകത്ത് കിടന്നുകൊണ്ട് അവന് സ്വപ്നം കാണാനേ പറ്റത്തുള്ളൂ, പക്ഷെ പ്രാപിക്കാൻ പറ്റത്തില്ല. ഒന്ന് സ്വത്രം പറ, ഒന്ന് ശ്രദ്ധിച്ചേ. ഈ കഴുത എത്ര കാലം, എത്ര വർഷം കെട്ടിനകത്ത് കിടക്കൂ പൊന്നച്ച, ഇവന് സ്വപ്നം കാണാനേ പറ്റത്തുള്ളൂ, പക്ഷെ ഇവന് അടുക്കാനും പറ്റത്തില്ല, പ്രാപിക്കാനും പറ്റത്തില്ല. കാര്യം ഉയർത്തി രാമൻ പറ. പക്ഷേ ഈ കണ്ണുനീരെവിടെ ആര് കണ്ടു? കർത്താവ് കണ്ടു. അതുകൊണ്ടാണ് നിങ്ങൾക്കെതിരെയുള്ള ഗ്രാമത്തിൽ ചെല്ലുക, അവിടെ കെട്ടിയിട്ടിരിക്കുന്ന ഒരു കഴുതയും അതിൻ്റെ കുട്ടിയെയും നിങ്ങൾ കാണും. ആമേൻ, പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് എന്ത് ചെയ്യാൻ പറഞ്ഞു? കെട്ടഴിക്കാൻ പറഞ്ഞു. ചിലർ ഇങ്ങനെ ആടിയൊക്കെ വരുമ്പോൾ ചിലർ പേടിച്ചു പോകും. ആമേ സ്തോത്രം. നീ പേടിച്ച് പറിച്ച് വരരുത്. പക്ഷെ ആരാനും വല്ലതും നിന്നോട് ചോദിച്ചാൽ നീ പറയണം, കർത്താവിന് ഇവരെ കൊണ്ട് ആവശ്യമുണ്ട്. അതുകൊണ്ട് തൻ്റെ ഇടത്തോടെ ഇന്ന് പകൽ പറയോ, എൻ്റെ ജനത്തെ, അവരുടെ സന്തോഷത്തെ, അവരുടെ കുടുംബജീവിതത്തെ, അവരുടെ ഉയർച്ചയെ ആര് തടഞ്ഞാലോ ഞങ്ങൾ അവിടെ കയറി അഴിക്കും. ആര് ചോദിച്ചാലോ അവനെ ഞങ്ങൾ മാറ്റി നിർത്തോ, ആ കെട്ട് ഞങ്ങൾ അഴിച്ചു കൊണ്ടുവരോ. ഇന്ന് പകല് പ്രാർത്ഥിക്കുന്ന നിനക്കെതിരെ, നിന്റെ തലമുറയ്ക്കെതിരെ, നിന്റെ കുടുംബത്തിനെതിരെ, നിന്റെ ശുശ്രൂഷയ്ക്കെതിരെ മറഞ്ഞിരിക്കുന്ന ചില ദുഷ്ട വ്യാപാരത്തെ, കള്ള ദുരാലോചനകൾ പൊട്ടട്ടെ, കള്ള വെളിപ്പാടുകൾ പൊട്ടട്ടെ. യേശുവിന്റെ നാമത്തിൽ അനേകരെ വീട്ടിൽ കൊണ്ടുവന്ന് പള്ളിക്കകത്ത് കൊണ്ടുവന്ന് പറഞ്ഞു കൊടുത്ത് പ്രവചനം പറഞ്ഞു കൊടുത്ത് പ്രവചനം പോലെ പറഞ്ഞ് ധരിപ്പിക്കുന്നതല്ല ശുശ്രൂഷ. ഇന്ന് പകൽക്കാലം ആ പോയിന്റിനകത്ത് നിന്ന് ആത്മാവ് ഇടപെടുകയാ. മാനസികമായി നിന്നെ കരയിപ്പിച്ചവരുടെ നടുവിൽ, മാനസികമായി നിന്നെ വേദനിപ്പിച്ചവരുടെ നടുവിൽ ഇന്ന് പകൽ ദൈവത്തിന്റെ കരം ചലിക്കുകയാ.
ആ തീ കത്തട്ടെ, തീ കത്തട്ടെ, തീ കത്തട്ടെ. ഹല്ലേലൂയ. ആമേൻ. ഉറ്റവർ ബന്ധുക്കളും എല്ലാ സ്നേഹിതരും വെറുക്കിൽ. ഉറ്റവർ ബന്ധുക്കളും എല്ലാ സ്നേഹിതരും വെറുക്കിൽ. സ്നേഹത്തിനാഴമതിൽ ഞാനും നീ മഞ്ചനായി തീർന്നിടുവാൻ. സ്നേഹത്തിനാഴമതിൽ ഞാനും നീ മഞ്ചനായി തീർന്നിടുവാൻ. കൃപയരുൾക, കൃപയരുൾക, അളവന്നെ പകർന്നിടുക. ഈ ഭൂവിലൻ യാത്രയതിൽ ദൈവകൃപയരുൾക. ഈ ഭൂവിലൻ യാത്രയതിൽ ദൈവകൃപയരുൾക. കരുണയിൻ സാഗരമേ ശ്ലോകക്കൊടുവയിലേറിടുമ്പോൾ. കരുണയിൻ സാഗരമേ സ്നേഹക്കോടിൻ വയിലേറിടുമ്പോൾ. സ്നേഹത്തിൻ തണലരുളി എന്നെ സാന്ത്വനമായി നടത്താൻ. സ്നേഹത്തിൻ തണലരുളി എന്നെ സാന്ത്വനമായി നടത്താൻ. കൃപയരുൾക, അപ്പാ കൃപയരുൾക. പറ, അളവന്നെ പകർന്നിടുക. ഈ ഭൂവിലൻ യാത്രയതിൽ ദൈവകൃപയരുൾക. ഈ ഭൂവിലൻ യാത്രയതിൽ ദൈവകൃപയരുൾക. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. വർഷങ്ങളായി ഈ കഴുത കെട്ടിനകത്ത് കിടക്കുക. ഒരു ദിവസം കഴുത തല പൊക്കിയൊന്ന് നോക്കിയപ്പോൾ തൊട്ടപ്പുറത്തെ അച്ചായൻ്റെ പറമ്പിൽ ഇവൻ്റെ ആഹാരം അവിടെ നിൽക്കുകയാണ്. തൊട്ടപ്പുറത്തെ അച്ചായൻ്റെ പറമ്പിൽ ഇവൻ ഇഷ്ടപ്പെട്ട ആഹാരം നന്മ കിടക്കുക. സ്വത്രം പറഞ്ഞേ. അപ്പോൾ നിൻ്റെ വിടുതൽ തൊട്ട് അടുത്ത് തന്നെ ഉണ്ട്. ആമേൻ. അതതിൻ്റെ ആത്മീയ ദൂത്. പക്ഷേ ഈ കാറ്റടിക്കുമ്പോൾ എന്ത് ചെയ്യുമെന്നറിയാവോ? ഇവൻ ഇഷ്ടപ്പെട്ട ആഹാരം എന്ത് ചെയ്യുന്ന അറിയാം? ഒരു കാറ്റ് വരുമ്പോൾ ഈ ആഹാരം ഇങ്ങനെ ചരിഞ്ഞ് വരും. സ്വത്രം പറഞ്ഞില്ല. പക്ഷെ നോക്കുമ്പോൾ എൻ്റെ അടുക്കിലേക്ക് വരുന്നത് പോലെ തോന്നും. പക്ഷേ പുള്ളിക്കാരിക്ക് അതിനെ ചെന്ന് എടുക്കാൻ പറ്റുന്നില്ല. കാരണം എവിടെയാണ് കിടക്കുന്നത്? കെട്ടിനകത്താ. എന്ന് വെച്ചാൽ ഒത്തിരി നാളുകൾ കൊണ്ട് നീ സ്വപ്നം കാണുന്നുണ്ട്, ഒത്തിരി പ്രാർത്ഥിക്കുന്നുണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ എനിക്കൊരു വിടുതൽ കിട്ടുമെന്ന് പറഞ്ഞാണ് നീ സ്വപ്നം കണ്ടും വില കൊടുത്ത് നീ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. നിന്റെ സ്വപ്നം ഇന്ന് പകൽ സാക്ഷാത്കരിക്കുക. 2025 5-ാം മാസം 30-ാം തീയതിക്കുള്ളിൽ ആമേ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ചില കുടുംബങ്ങളിൽ ഒരു ഭയങ്കര വിടുതൽ നടക്കാൻ പോകുക. നീ കൊതിച്ചത് തൊട്ടപ്പുറത്ത് അച്ചായന്റെ പറമ്പിൽ കിടപ്പുണ്ടെങ്കിൽ അത് കാറ്റടിക്കുമ്പോൾ ഇങ്ങനെ പോലെ ചരിഞ്ഞു വരുന്നത് നീ കണ്ടിട്ടുണ്ടെങ്കിൽ ആമേ ഹല്ലേലൂയ. ഞാൻ പറയാം, മിനിറ്റുകൾക്കുള്ളിൽ നിന്റെ കാഴ്ചവട്ടിൽ ആ ചരിഞ്ഞു വന്ന ആമേ നന്മ കഴുതയെ നിന്റെ ആഹാരം നിന്റെ കാഴ്ചവട്ടിൽ വെട്ടിക്കൊണ്ടിടുവാൻ എൻ്റെ ദൈവത്തിനറിയാം. ഹല്ലേലൂയ. കെട്ടഴിഞ്ഞ രണ്ടുപേര് ഹാലെ പോയി ആ കെട്ടിനെ അടിച്ചു കൊണ്ടുവന്ന കഴുതയുടെ പുറത്ത് നല്ലൊരു ശമര്യക്കാരൻ കയറിയിരുന്നു. ഇന്ന് പകലിൽ നിന്റെ ഭവനത്ത് ഈ സഭയാ പടകിൽ, നിന്റെ ഭവനമാകുന്ന പടകിൽ യേശു കയറിയിട്ടുണ്ട്. അവൻ തല വെച്ചത് കൊണ്ടാണ് മരണം നടക്കാത്തത്, ദുർമരണം മാറിപ്പോയത്, അപകടം മാറിപ്പോയത്. യേശു നിന്റെ ഭവനത്ത് അവൻ തല വെച്ചത് കൊണ്ടാ. എൻ്റെ സഹോദരിമാരെ, ഇന്ന് പകല് നിന്റെ പുരക്കകത്ത വിടുതൽ
കരമടിച്ച് കർത്താവിന് സ്തോത്രം ചെയ്തു. ഓ, കാലപ്പഴക്കം ചെന്ന ചില വിഷയങ്ങൾ, കാലപ്പഴക്കം ചെന്ന ചില വിഷയങ്ങൾ ഇന്ന് പകലിൽ ഹല്ലേലൂയ അവിടെ വെളിപ്പെടുകയാ. നിന്റെ ഇഷ്ടത്തിനനുസരിച്ച്, നിന്റെ സ്വപ്നം അനുസരിച്ച് ദൈവ ചില മറുപടികൾ കൈമാറാൻ പോകുകയാ. കഴുതയെ, കഴുതയെ, നീ എന്ന് കെട്ടിനകത്ത് കിടക്കേണ്ടതല്ല. എനിക്ക് നിന്നെ കൊണ്ട് ആവശ്യമുണ്ട്. എനിക്ക് നിന്റെ പുറത്തൊന്ന് കയറണം. എന്തിനെന്നറിയാമോ? നീ എൻ്റെ മുമ്പിൽ ഒഴുക്കിയ കണ്ണുനീര്, നിന്നെ ചിലർ അപമാനിച്ചില്ലേ, ചിലർ നിന്നെ കരയിപ്പിച്ചില്ലേ, ചിലർ നിന്നെ വേദനിപ്പിച്ചില്ലേ, ചിലർ നിന്നെ ഒറ്റപ്പെടുത്തിയില്ലേ, കുടുംബക്കാർ മാറ്റി നിർത്തിയില്ലേ, ഒരു നല്ല കാര്യം വന്നപ്പോൾ നിന്നെ ക്ഷണിച്ചില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് നീ ഒരു മരക്കഴുത എന്ന് പറഞ്ഞ് നിന്നെ മാറ്റി നിർത്തിയെങ്കിൽ ആ മരക്കഴുത എന്ന് പറഞ്ഞ ആ വ്യക്തിയുടെ മുമ്പിൽ, ആ ആളുകളുടെ മുമ്പിൽ എൻ്റെ ദൈവം ആ കഴുതയുടെ പുറത്ത് കയറാൻ പോകുകയാ. പല പേരുകളിട്ട്, പല പേരുകളിട്ട്, പല സ്വഭാവക്കാര് പ്രാർത്ഥിക്കുന്ന നിനക്കെതിരെ അടിച്ചുവിട്ട ആമേ ചില മേഖലകളിൽ ഇന്ന് പകൽ വിടുതൽ നടന്നുകൊണ്ടിരിക്കുകയാ. ഹസ്തരാജവയുടെ യേശുവിൻ്റെ നാമത്തിൽ ശ്രദ്ധിച്ചേ, ഒന്ന് ശ്രദ്ധിച്ചേ. ഹല്ലേലൂയ. ഈ കഴുതയുടെ കെട്ടിനെന്ത് ചെയ്യുന്നറിയാമോ? ഇവർ ചെന്ന് അടിച്ചു. പക്ഷെ ചോദ്യം വരും കേട്ടോ. കെട്ടഴിയുമ്പോൾ ചോദ്യം വരും. പാരമ്പര്യമായി ഞങ്ങൾ ഇവിടെ പാർത്തുകൊണ്ടിരുന്ന ഭവനം, പിശാച് പറയും ഇത് എൻ്റെ വീടാണെന്ന്. അത് എവിടെ കിടപ്പണെന്ന് വെച്ചാൽ മത്തായി 12 എടുത്ത് തീർത്തങ്ങോട്ട് വായിച്ചാൽ മതി. അവൻ പറയും ഇത് എൻ്റെ വീടാ, ഞാൻ ഇറങ്ങിപ്പോന്ന വീടാ, പക്ഷെ ഞാൻ തിരിച്ചു പോകും, ഞാൻ തിരിച്ചു കയറും. അവൻ തിരിച്ചു വരുമ്പോൾ അത് അടിച്ചു വാരി അലങ്കരിച്ചിട്ടിട്ടുണ്ടെങ്കിൽ അവന് കയറാൻ പറ്റത്തില്ല. തന്നിലും ദുഷ്ടതയേറിയ വേറെ 7 പേരെ കൂട്ടിക്കൊണ്ട് ആ വീട്ടിൽ കയറും. ആ വീട്ടിന്റെ സ്ഥിതി മുമ്പലത്തേക്കാൾ ഭയാനകരമായി തീരും. ഈ ദൂത് കേൾക്കുന്ന വിശ്വാസിയെ ദുഷ്ടന് കയറാൻ ഇടം കൊടുക്കരുത്. ഒരിക്കൽ ഇറക്കി വിട്ടതാണെങ്കിൽ, ഒരിക്കൽ ഉപവാസം പ്രാർത്ഥന വെച്ച് ദൈവം മുന്നറിയിപ്പ് തന്നെങ്കിൽ പിന്നെ അവസരം കൊടുത്തത് നീയാണ്. അതുകൊണ്ട് ഇത് കേൾക്കുന്ന പിന്മാറ്റത്തിൽ പോയി ആരെങ്കിലും ഉണ്ടെങ്കിൽ നീ മടങ്ങി വാ, നീ മാനസാന്തരപ്പെട്. നിന്റെ തലമുറയിൽ വിടുതൽ നടക്കും, നിന്റെ കുടുംബ ജീവിതത്തിൽ വിടുതൽ നടക്കും. നീ മാനസാന്തരത്തോടെ മടങ്ങി വന്നാൽ ഒരു സാത്താന്റെ ശക്തികൾക്ക് അത് തൊടാൻ പറ്റത്തില്ല. പക്ഷെ കെട്ടഴിപ്പിച്ചു കൊണ്ടുവന്നവൻ എൻ്റെ ദൈവ കഴുതയുടെ പുറത്ത് കയറ. അവൻ കഴുതയുടെ പുറത്ത് കയറിയാൽ അപ്പുറത്തെ അച്ചായന്റെ പറമ്പിൽ നിന്ന് നന്മ കഴുതയുടെ കാൽ ചുവട്ടിൽ അറിയും. വൃക്ഷങ്ങൾ വെട്ടി റൂമാലകൾ വഴിയിൽ വിരിച്ച് കഴുത പോകുന്ന വഴിയിൽ യജമാനൻ ഇരിക്കുന്നു. ആരാണ്? എൻ്റെ അപ്പനായ യേശു എന്ന യജമാനൻ. അല്ല, കഴുതപ്പുറത്ത് വാഹനമേറി വരുന്നുണ്ട്. അച്ചായന്റെ പറമ്പിൽ നിന്ന് പച്ചലകൾ കഴുതയ്ക്ക് ആവശ്യമുള്ളത് വെട്ടിയിട്ട് കൊടുത്ത് തിന്നട. ഇന്നലകളിൽ വരെ നിനക്ക് അനുഭവിക്കാൻ കഴിയാത്ത മാനസിക അസ്വസ്ഥതയിട്ട് നിന്നെ മാറ്റി നിർത്തിയ ചില മണ്ഡലങ്ങൾ ഇന്ന് പകലിൽ അഴിയട്ടെ. കരമടിച്ച് കർത്താവിന് സ്തോത്രം ചെയ്തേ, കരമടിച്ച് കർത്താവിന് സ്തോത്രം ചെയ്തേ. ഹല്ലേലൂയ. എനിക്ക് ദൂത് ഒത്തിരി കൂടി പറയണമെന്നുണ്ട്. നിങ്ങളുടെ വാഹനങ്ങൾ വേഗത്തിൽ പോകുമെന്നുള്ളത് കൊണ്ട് ഞാൻ ആ ദൂത് അവിടെ വയ്ക്കുകയാ. ദൈവം അനുവദിച്ചാൽ ദൂത് അടുത്ത ഹാലിലെ മീറ്റിങ്ങിലേക്ക് ഇത് തുടരും. ആമേൻ. ഒരു കാര്യം മനസ്സിലാക്കിക്കോ, നിന്റെ കണ്ണുനീരിൻ്റെ മറുപടി വരികയാണ്. അല്പം കൊണ്ടും അധികം കൊണ്ട് പ്രവർത്തിപ്പാൻ ദൈവത്തിന് പ്രയാസമില്ല കേട്ടോ. ഒരു ചെറിയ ദൂതാണ്, 5 മിനിറ്റ് നീ കേട്ടതെങ്കിൽ അത് മതി നിന്റെ വിടുതല്, അത് മതി നിന്റെ വിടുതല്. കാരണം നിന്നെ കഴുതയായി പൂരപ്പറമ്പിൽ തള്ളിക്കളഞ്ഞ നിന്നെ നിന്ദിച്ചതും പരിഹസിച്ചവിടെ നടുവിൽ ദൈവ നിന്റെ പുറത്താ വരുന്നേ. നിന്റെ പുറത്താ വരുന്നേ. അവരൊരു നല്ല ശമര്യക്കാരനായി വരുന്നുണ്ട്. നിന്റെ സാഹചര്യത്തെ, നിന്റെ അവസ്ഥയെ ദൈവം അല്ല നോക്കത്തില്ല. പക്ഷെ വ്യവസ്ഥയോടെ നിൽക്കുന്നവളെ, വ്യവസ്ഥ പ്രകാരം അപ്പം നുറുക്ക ശുശ്രൂഷ അനുഭവിക്കുന്നവനെ, നീ കണ്ണുനീര് ഒഴുകിയിട്ടുള്ള നിന്നെ ദൈവം കൈവിടത്തില്ല. അവൻ നിന്നെ മാനിച്ചിരിക്കും, ഉറപ്പാ. കരമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്തേ. ചാടി വേഗത്തിൽ എഴുന്നേറ്റേ. ഹല്ലേലൂയ. നമ്മൾ ഒരുമിച്ച് ആരാധിക്കാൻ പോയി. മുമ്പിലേക്ക് കയറി വന്നാട്ടെ, മുമ്പിലേക്ക് എല്ലാവരും ഒന്ന് കയറി വന്നാട്ടെ. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ഒരുമിച്ച് ആരാധിക്കാൻ പോയി. വേഗത്തിൽ ഫ്രണ്ടിൽ വന്നാട്ടെ. ഈ പകൽക്കാലം ഒരു ഭയങ്കര വിടുതൽ നടക്കാൻ പോവുകയാ ഇന്ന് പകൽക്കാലം. ഹല്ലേലൂയ. കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട് കേട്ടോ. കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട്.
ആമേ സ്തോത്രം. ഒരു സഹോദരി മാത്രം എന്നെ ശ്രദ്ധിച്ച് എൻ്റെ കൂടെ നിന്നുകൊണ്ട് ആമേ സ്തോത്രം. ഹല്ലേലൂയ. സഹോദരിമാരാരെങ്കിലും ആമേ എന്തെങ്കിലും പ്രയാസത്തോടു കൂടെ നിൽക്കുകയാണെങ്കിൽ അവരെ ഒന്ന് സൂക്ഷിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കാരണം അഭിഷേകത്തോടെ നമ്മൾ ആരാധിക്കാൻ പോവുകയാണ്. ആമേ സ്തോത്രം. ഹല്ലേലൂയ. ചില കെട്ടുകളെ ദൈവം പൊട്ടിച്ചാൽ പിന്നെ പിശാചിന് ഇരിക്കാൻ പറ്റത്തില്ല. അവൻ ആ ശരീരം വിട്ടു തന്നേ പറ്റത്തുള്ളൂ. ആമേ സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ പറയാം, ആമേ 50, 40, 30, 20, 10, 5 വർഷങ്ങളായി പേര് പറഞ്ഞ് കടിച്ചു പിടിച്ച് സ്ഥാപിച്ചിരുന്ന ആമേ ചില മണ്ഡലങ്ങളെ സ്തോത്രം. ഹല്ലേലൂയ. എന്ന് വെച്ചാൽ മലയോരങ്ങളിലേക്ക് പോയാൽ ചില പുഴുവുണ്ട്, അവൻ കയറി കടിച്ചു പിടിച്ചാൽ നമ്മളെ ബ്ലഡ് കുടിച്ച് അവൻ്റെ വയറ് വീർക്കും. സ്തോത്രം. അതുപോലെ പിടിച്ചിരിക്കുന്ന ചിലതുണ്ട്. ഇന്ന് പകൽക്കാലം അതെല്ലാം അഴിയാൻ പോവുകയാണ്. ആ കരങ്ങളെ അടിച്ച് നമ്മളൊന്ന് ആരാധിക്കാൻ പോവുകയാണ്. യെസ്, കരങ്ങളെ അടിച്ച് വാതുറന്ന് പറഞ്ഞേ. മാറിപ്പോയി എന്റെ ശാപങ്ങൾ, സൗഖ്യമായി എന്റെ രോഗങ്ങൾ, യേശുവിൻ നാമത്തിൽ. നീങ്ങിപ്പോയി എന്റെ ഭാരങ്ങൾ, മാറിപ്പോയി എന്റെ ശാപങ്ങൾ, സൗഖ്യമായ എൻ്റെ രോഗങ്ങൾ, യേശുവിൻ നാമത്തിൽ. ഹല്ലേലൂയ ഞാൻ പാടിടൂ, യേശുവിനെ ആരാധിക്കൂ. ഹല്ലേലൂയ ഞാൻ പാടിടൂ, സർവശക്തനായവനേ. ഹല്ലേലൂയ. ഹല്ലേലൂയ ഞാൻ പാടിടൂ. എല്ലാവരും കരമടിച്ചൊന്ന് ആരാധിച്ചേ. അടുത്ത് നിൽക്കുന്നവർ ആരെ നീ നോക്കരുത്. ഇവിടെ കാഴ്ചക്കാരായ ആരുമില്ല. ഒന്നിലധികം പ്രശ്നവുമായി വന്നവരാ ഇതിനകത്ത് നിൽക്കുന്നവർ, ആരാധിക്കുന്നവർ. ശക്തമായ ദൈവ സാന്നിധ്യം, ശക്തമായ ദൈവ സാന്നിധ്യം ഈ വർഷിപ്പിൽ പകർന്നുകൊണ്ടിരിക്കുകയാ. ശക്തമായ എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചേ. ചില ദുരാത്മ ശക്തികൾ യേശുവിന്റെ നാമത്തിൽ അടിഞ്ഞു പുറത്തു പോകും. ചില പൈശാചിക തലങ്ങൾ വിട്ടുപോകും. ആമേൻ, ആമേൻ. ദൈവത്തിന്റെ തീ, 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 ദൈവത്തിന്റെ തീ. ഫയർ, ഫയർ right now. Touch, touch, fire. തീ കത്തട്ടെ, തീ കത്തട്ടെ, തീ കത്തട്ടെ, തീ കത്തട്ടെ, തീ കത്തട്ടെ. ഇന്ന് നിന്റെ വിടുതല, ഇന്ന് നിന്റെ വിടുതല. അവൻ മരണത്തിന് ഒതുക്കാൻ നിന്റെ പറ്റത്തില്ല. നിന്റെ ശരീരത്തിൽ എന്തോ ഇത് അഴിഞ്ഞു പോകുന്നു. ഏതോ ഒരു കട്ടി യേശുവിന്റെ നാമത്തിൽ പിശാചേ നിനക്ക് ഇനി ആ കട്ടി വെച്ചോണ്ട് അവിടെ ഇരിക്കാൻ പറ്റത്തില്ല. യേശുവിന്റെ നാമത്തിൽ തീ, 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 തീ. അഴിയട്ടെ, 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 അഴിയട്ടെ. യേശുവിന്റെ നാമത്തിൽ അഴിയട്ടെ, 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 അഴിയട്ടെ. ഇവിടെ ഉദരത്തിൽ കയ്യുച്ചോ. യേശുവിന്റെ നാമത്തിൽ തീ കത്തട്ടെ, തീ കത്തട്ടെ, തീ കത്തട്ടെ, തീ കത്തട്ടെ, തീ കത്തട്ടെ, തീ കത്തട്ടെ. കർത്താവ് നിന്നെ തൊടുന്നു. ദൈവം ഇറങ്ങി നിന്നെ തൊടുന്നു. ഇന്ന് പകലിൽ നീ വർഷങ്ങൾ കൊണ്ട് എന്നോട് ചോദിച്ച ചില ചോദ്യങ്ങൾ ഇന്ന് പകലത്തെ മറുപടി നിന്റെ ശരീരത്തിൽ നടക്കുകയാണ്. യെസ്, 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 യെസ്. ഫയർ, ഫയർ, തീ, തീ. അഭിഷേകം വിടുന്നു. അഭിഷേകം നിന്നെ തൊടുന്നു. അഭിഷേകം നിന്നെ തൊടുന്നു. അഭിഷേകം നിന്നെ തൊടുന്നു. ശരീരം വിട്ടുകൊടുന്നു. മനസ്സും ശരീരം ഒരുപോലെ വിട്ടുകൊണ്ട് ഒരു ഭയങ്കര വിടുതൽ നിന്റെ മേൽ നടക്കുക. ഒരു ഭയങ്കര വിടുതൽ നിന്റെ മേൽ നടക്കുക. യേശുവിന്റെ നാമത്തിൽ തീ, 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 തീ. എന്തോ ചിലത് അടിയുന്നു, അടിയുന്നു, അടിച്ചടിച്ചടിച്ചടിച്ച് രമ്യ, കർത്താവ് നിന്നെ തൊടുന്നു. യേശുവിന്റെ നാമത്തിൽ നിന്റെ മൈൻഡിനെ മാറ്റുന്ന, നിന്റെ ചിന്താതലങ്ങളെ മാറ്റുന്ന, നിന്റെ ബ്രൈനെ കയറി പിടിച്ച് ഒരു നന്മയിലേക്ക് പോകാതെ വണ്ണം നിന്നെ മറച്ചു പിടിക്കുന്ന ചില മണ്ഡലങ്ങൾ അവൻ യേശുവിന്റെ നാമത്തിൽ അഴിയട്ടെ. ഇന്ന് പകല് നിന്റെ വിടുതല. ചില വെളിച്ച ദൂതന്റെ പോലുകൾ നിനക്കതിനെ പറഞ്ഞു വിട്ട ചില ദുഷ്ടശക്തികൾ യേശുവിൻ നാമത്തിൽ അടിച്ച്
തീ തീ തൊടുന്നു ദൈവം, തൊടുന്നു ദൈവം നിന്നെ, തൊടുന്നു ദൈവം നിന്നെ, തൊടുന്നു തൊടുന്നു. നീ ആരെയാ നോക്കുന്നേ? നിന്റെ ഭവനത്തിൽ മറഞ്ഞിരിക്കുന്ന ചില ബാധകൾ യേശുവിന്റെ നാമത്തിൽ അഴിയുന്നു, അഴിയുന്നു, അഴിയുന്നു. ആയോ ദൈവത്തിന്റെ തീ, ദൈവത്തിന്റെ തീ, ദൈവത്തിന്റെ തീ, ദൈവത്തിന്റെ തീ, ദൈവത്തിന്റെ തീ, ദൈവത്തിന്റെ തീ, ദൈവത്തിന്റെ തീ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഫയർ.